കൊല്ലം കല്ലുംതാഴത്ത് ദേശീയപാതയിലെ പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ ജനങ്ങളുടെ ദുരിതം രൂക്ഷമാകുന്നു. പാലം നിർമ്മാണത്തിനായി കല്ലുംതാഴത്ത് നിന്നും അയത്തിലേക്കുള്ള പ്രധാന റോഡ് അടച്ചിട്ട് 4 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായി പുരോഗതി കൈവരിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കല്ലുംതാഴ ജംഗ്ഷൻ കഴിഞ്ഞ 4 മാസമായി ഈ വഴി അടച്ചുപൂട്ടി. ഇവിടുത്തെ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിയന്ത്രണം. യാത്രക്കാരെ വലയ്ക്കുകയാണ്. കൊല്ലം കല്ലുംതാഴം അയത്തിൽ റോഡിലൂടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോയിരുന്നു. എന്നാൽ ദേശീയപാതയിലെ പാല നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് അടച്ചതോടെ യാത്രക്കാർ വലിയ പ്രതിസന്ധിയിൽ. 4 മാസം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണെന്ന് നാട്ടുകാരുടെ പരാതി. ഈ ഒരു ഓട്ടം നമ്മൾ വള്ളിമുക്കിലോട്ട് പോയാൽ ഇവരെ നിന്നൊക്കെ 150 രൂപ മേടിക്കാനടുത്ത് 300 രൂപ മേടിച്ചാൽ പോലും മുതലാകത്തില്ല. കറങ്ങി എടുത്തൊക്കെ കൊണ്ടുപോകുന്നത്. ഇതാണെങ്കിൽ എങ്ങോട്ടോ കാണാൻ വയ്യാത്തൊരവസ്ഥയിലുമായി ഈ ചെയ്തിട്ടേക്കുന്നത്. വളരെ ബുദ്ധിമുട്ട്. ഇവർ അടിയന്തരമായിട്ട് 4 മാസം കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് 8 മാസമായാലും തീരത്തത്. റോഡ് പണി നടന്നപ്പോൾ തൊട്ടുണ്ട്. മെയിൻ പരാതി നമുക്കിപ്പോൾ മഴയാണെങ്കിലും വെയിലായപ്പോൾ പൊടിയായിരുന്നു പ്രശ്നം. അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ വണ്ടികൾ ഓവർടേക്ക് ചെയ്താലും സ്കിഡ് ചെയ്ത് പോകുന്ന രീതിയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നല്ലോ. ബുദ്ധിമുട്ട് ഇപ്പം സ്കൂൾ അടച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ബുദ്ധിമുട്ടാണ് പോകാനും വരാനും ആകട്ടെ. ആ റോഡെല്ലാം ക്ലോസ്ഡ് ആണ്. ബസ് പ്രശ്നമാണ്. സമയത്ത് പോയി വരാൻ പറ്റുന്നില്ല. പറഞ്ഞ സമയത്ത് അവർ പണി തീർത്തിട്ടില്ല. പാലം നിർമ്മിക്കുന്ന സ്ഥലത്തും റോഡ് നിർമ്മാണത്തിനും ആവശ്യത്തിനുള്ള തൊഴിലാളികളില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺബാബുവിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ സമരം നടത്തിയ ഒരു സൂചനാ സമരം എന്ന നിലയിലാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ വന്ന് നഗരത്തെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വന്ന് ഈ പുനലൂർ, കൊട്ടാരക്കര, കുണ്ട്ര വഴി കൊല്ലത്തേക്ക് വന്ന് നഗരത്തിലേക്ക് വരാൻ ആശ്രയിക്കുന്ന റോഡാണ്. ആ റോഡ് വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ആ മേഖലയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം തന്നെ ചില അശാസ്ത്രീയത ഇപ്പോൾ വിദഗ്ധ ആളുകളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധം നാട്ടുകാർക്ക് കൂടി വേണ്ടിയായിരുന്നു. അങ്ങനെ ജില്ലാ ഭരണകൂടം NH വിഭാഗം എല്ലാം നൽകിയ ഉറപ്പ് 1 മാസത്തിനകം ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കും, ഇതെല്ലാം തുറന്നു കൊടുക്കും, യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്നായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ കാണുക 3 4 അല്ലെങ്കിൽ ഒരു 10 പേരിലും അധികമില്ല പണിക്കാർ, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ജീവനക്കാരെ കൊണ്ട് ഈ പാലം പണി ഈ കാലഘട്ടത്തിൽ തീരുമെന്ന് തോന്നുന്നില്ല. റോഡ് അടച്ചതിനെ തുടർന്ന് വാഹനങ്ങൾ മറ്റു വഴികളെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ റോഡുകൾ വീതി കുറഞ്ഞവയായതിനാൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായി. ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങളെത്തി. നാല് മാസമായി ഈ കല്ലുംതാഴത്തുള്ള കുറ്റിച്ചിറയിലേക്കും അതുപോലെ അയത്തിൽ ഭാഗത്തേക്കുമുള്ള വഴി അടച്ചിട്ട്. ഇതിനോടകം ചെറിയ റോഡുകളിലൂടെ വാഹനങ്ങൾ ഗതിതിരിച്ചു വിട്ട് അപകടങ്ങൾ പെരുകുന്നു. ഇതിനോടകം 3 മരണം സംഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസവും ഒരു കുഞ്ഞിൻ്റെ ദാരുണാന്ത്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമില്ല. എത്രയും പെട്ടെന്ന് ഈ പാല നിർമ്മാണം പൂർത്തീകരിച്ച് വഴി തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.